എന്റെ എന്തൊരു മണം ഈ കറിവേപ്പിലക്ക്. നീ അത് പറിച്ചപ്പോ തന്നെ എനിക്കിവിടെ മണം കിട്ടി. ആ കണ്ടില്ലേ കറിവേപ്പില? എന്തോരം കറിവേപ്പിലയാന്നിത്. നീ കണ്ണു വെച്ചാ കറിവേപ്പിലിനെ? ഓ ഇനി ഇത് കരിഞ്ഞു പോയിട്ട് ഞാൻ കണ്ണു വെച്ചാന്നൊന്നും പറയണ്ട. ഇതിൽ ഇതെങ്ങനെ എന്തെല്ലോ പുഴുക്കുത്തലുണ്ട്. നീ ഇത് നോക്ക്, ഈ കാണുന്ന പുഴുക്കുത്തെല്ലാം കണ്ട? നിനക്കിത് ഓർമ്മയുണ്ടോ? നമ്മുടെ വീട്ടിലെ കറിവേപ്പിലക്ക് ഇതല്ലേ സംഭവിച്ചത്? നമ്മളെ വീട്ടിലെ കറിവേപ്പിലക്കും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഇതിന് അവസാനം ഇല്ലേ കരിഞ്ഞു പോകും. ഇനി ഞാൻ കണ്ണു വെച്ചിട്ടാണെന്നൊന്നും പറയണ്ട. ഇനിയിപ്പോ നീ കണ്ണ് വെച്ചാലും ശരി ഇല്ലെങ്കിൽ ശരി ഇത് കരിഞ്ഞു പോവില്ല. എങ്ങനാ? കാരണം നീ ഇത് നോക്ക്, ഇവിടെ മാത്രമൊക്കെ ഉള്ളു. ഇതിന്റെ മുകളിലോട്ട് നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് നല്ല പച്ചപ്പായിട്ട് നല്ല പുതിയ പുതിയ ഇലകൾ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. തളിർത്ത് ഇതെന്ത് എല്ലാം നീ നോക്കിക്കോ. അടിഭാഗം മൊത്തത്തിൽ ഇങ്ങനെ ഒരു കരിഞ്ഞ പോലെ ഉള്ളത്, നമ്മുടെ വീട്ടിൽ കേട് വന്ന പോലെ ഉള്ളത്. പക്ഷെ മുകളിലോട്ടുള്ളത് കണ്ട നല്ല പുതിയ നല്ല അടിപൊളി ഇലകൾ വന്ന്. അതാണ് മാജിക്. ഞാനിതാണ് ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു ഇതെന്തായാലും കരിഞ്ഞു പോകുന്നു. കരിഞ്ഞു പോകില്ല, മുകളിലേക്കൊക്കെ നല്ല നല്ല പുതിയ പുതിയ ഇലകൾ വന്നില്ലേ. അപ്പൊ ഇതൊരു മാജിക്കാ. ഈ മാജിക് ഒന്ന് എനിക്ക് പറഞ്ഞു തരാം. എന്തായാലും ഈ ഒരു കറിവേപ്പില ഇതുപോലെ നല്ല നല്ല പച്ചപ്പായിട്ട് പുതിയ പുതിയ ഇതളുകൾ വരാൻ വേണ്ടിയിട്ട് ഒരു കാര്യമുണ്ട്. ആ കാര്യം നിങ്ങളെ പരിചയപ്പെടുത്തരാം. നമ്മുടെ കറിവേപ്പില അങ്ങനെ നശിച്ചു പോയത് എല്ലാവരുടെ വീട്ടിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇനി മുതൽക്ക് ആരുടെ വീട്ടിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരാളെ പരിചയപ്പെടാം. സാർ എന്നെ പറയും ഇതെങ്ങനെ ഇങ്ങനെ തഴച്ചു വളർന്നതെന്ന് അല്ലേ? നോക്കാം. അപ്പൊ കറിവേപ്പില നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ വളരാനായിട്ടുള്ള രഹസ്യം നമ്മൾ പറയാൻ വേണ്ടി പോകണം. അതിന് മുമ്പ് നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് രാധാകൃഷ്ണൻ സാറ്, റിട്ടയർഡ് KSEB എഞ്ചിനീയർ ആണ്. സാർ നമസ്കാരം. നമസ്കാരം. അപ്പൊ നമ്മൾ സാറിന്റെ കറിവേപ്പില നികുതിയെ കണ്ണു വെച്ചിട്ടുണ്ട്. കാരണം കറിവേപ്പില നല്ല അടിപൊളിയായിട്ട് വളർന്ന് നിങ്ങൾ തളിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു രഹസ്യം എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണം വീഡിയോയിൽ. എന്താ സാർ ഇതിങ്ങനെ വളരാനുള്ളൊരു കാരണം? നമുക്കും അറിയണം. കാരണം നമ്മുടെ വീട്ടിലൊരു കറിവേപ്പില ഉണ്ടായിട്ട് അത് പെട്ടെന്ന് അങ്ങ് കേടായി പോയി. അപ്പൊ ഇനിയിപ്പോ ഇതുപോലെ വളരാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? സാർ എന്താ ചെയ്യുന്നത് ഇതിന് വേണ്ടിട്ട്? കരിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണ്. തീർച്ചയായിട്ടും പ്രകൃതിയുടെ പച്ചമന്ത്രം എന്നൊക്കെ പറയുന്നത് അല്ലേ? അതെ അതെ. അപ്പോൾ ഇത് വളരെ തഴച്ചു വളർന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തില്. പിന്നീട് അത് ഈ പറഞ്ഞ പോലെ ബാധിച്ച് വളരെ മോശമായിട്ട് പോയി. പിന്നീടാണ് ഞാൻ SPCയുടെ ഈ ഹോമിയോ ഗുളിക ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതൊരു ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം ഗുളിക കലക്കിയിട്ട് 1/3 ഭാഗത്ത് സ്പ്രേ 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം ഗുളിക അത് കലക്കിയിട്ട് അത് സ്പ്രേ ചെയ്യണം. 1/3 ഭാഗത്ത് മാത്രം സ്പ്രേ ചെയ്യണ്ടു. അത് ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് അതിന്റെ മാറ്റാണ് പോയി കാണുന്നത്. അല്ലെങ്കിൽ അത് ഫുള്ള് നശിച്ചു പോയത്. അതാണ് ഇതിന്റെ രഹസ്യം. അതെ. അപ്പൊ എന്തായാലും നമ്മൾ രഹസ്യം അങ്ങോട്ട് പരസ്യമാക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, SPCന്റെതാ ഈ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറഞ്ഞ ഈ ഒരു ഹോമിയോ ഗുളികയാണ്. ഇത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിത് ആഴ്ചക്ക് ഒരിക്കലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും 1/3 ഭാഗം മാത്രം അടിച്ചാൽ മതി. അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല പച്ചപ്പായിട്ട് ഇനി മുതൽക്ക് നമ്മുടെ വീട്ടിലും വളർന്നു കിട്ടും. അപ്പൊ ഇതൊന്നും നിങ്ങളെ കൂടി പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. കാരണം സാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സാറിന് അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്.